നോക്കിയേ, വിജയിച്ചവരെ മാത്രമാണ് ഈ സമൂഹം അല്ലെങ്കിൽ ഈ ലോകം അംഗീകരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത്. പരാജയപ്പെട്ടവനെ എന്നും ഒഴിവാക്കുകയും അവഗണിക്കുകയും ചെയ്യുകയാണ് പതിവ്. സമൂഹത്തിൽ ഏത് തുറയിൽ നാം പരിശോധിച്ചാലും അവിടെയൊക്കെ വിജയിച്ചവർക്കായിരിക്കും പ്രഥമ സ്ഥാനം. 10th എക്സാം എഴുതി പാസ്സായവന്റെ ഫ്ലക്സ് ആ ജംഗ്ഷനിൽ സ്ഥാപിക്കപ്പെടും. അവൻ വിജയിച്ചവനാണ്. തോറ്റവനെ അവിടെ ആരും അറിയുന്നില്ല. അതുപോലെ ഒരു സ്ഥാപനത്തിൽ നാം ഒരു ലോണിന് വേണ്ടി കടന്നു പോകുമ്പോൾ നമ്മൾ സക്സസ് ആണെങ്കിൽ നമുക്ക് അവിടെ ലോൺ ലഭിക്കും. അഥവാ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ഒരുവനാണെങ്കിൽ ആ ലോണ് നിരാകരിക്കപ്പെടും. ഒരു സ്റ്റേജിൽ ഇരിക്കുവാനായി ക്ഷണിക്കപ്പെടുന്നവർ ആ സമൂഹത്തിൽ വിജയിച്ചവരായിരിക്കും, അഥവാ മറ്റുള്ളവരാൽ പരിഗണിക്കപ്പെടുന്നവരായിരിക്കും. അല്ലാത്ത ഒരുവനെ ആരും ഒരു സ്റ്റേജിൽ ഇരുത്തുവാൻ തക്കവണ്ണം തയ്യാറാകാറില്ല. ഇങ്ങനെ ഈ ലോകത്തിന്റെ ക്രമീകരണങ്ങൾ നാം പരിശോധിച്ചാൽ വിജയിച്ചവർക്ക് മാത്രമാണ് പരിഗണന ലഭിക്കുന്നത്, അഥവാ പ്രഥമ സ്ഥാനം ലഭിക്കുന്നത്. പരാജയപ്പെട്ടവനെ എന്നും ഒഴിവാക്കിയിട്ടേ ഉള്ളൂ. പരാജയപ്പെട്ട ആരെങ്കിലും, അവഗണിക്കപ്പെട്ട ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ വാക്ക് ശ്രമിക്കുന്നു എങ്കിൽ ദൈവാത്മാവിൽ നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ. ലോകത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇനി ദൈവത്തിൽ വിശ്വസിക്കുന്ന അഥവാ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനൊരു പ്രത്യാശയുണ്ട്. കാരണം പരാജയപ്പെട്ടവനെയും പരിഗണിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നാം വീണുപോയോ, പരാജയപ്പെട്ടു പോയോ, അവഗണിക്കപ്പെട്ടു പോയോ, അങ്ങനെയുള്ള നിന്നെ മാറോട് ചേർത്ത് നിന്നെ പ്രഥമ സ്ഥാനത്ത് കൊണ്ടുവരുവാൻ അഥവാ നിന്നെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ആകയാൽ നീ പരാജയപ്പെട്ടു പോയെന്ന്, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ടു പോയി എന്ന് ഭാരപ്പെട്ടു പോകേണ്ട. ക്രിസ്തുവിനടുക്കലേക്ക് ഒന്ന് ചേർന്ന് നിൽക്ക്. നിന്നെ മാനിക്കുകയും പ്രഥമ സ്ഥാനത്തേക്ക് എന്റെ കർത്താവ് കൊണ്ടുവരികയും ചെയ്യും. നമ്മുടെ വേദപുസ്തകത്തിനകത്ത് ദാവീദ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവൻ രാജാവാകുന്നതിന് മുൻപേ ഒരു ആട്ടിടയനായിരുന്നു. ഈ ആട്ടിടയനായിരുന്ന സമയത്ത് തന്റെ കുടുംബത്തിൽ ഒരു വിശേഷപ്പെട്ട ഒരു അനുഭവം വന്നപ്പോൾ, വിശേഷപ്പെട്ട ഒരു അവസ്ഥയുണ്ടായപ്പോൾ, അതിലെ അപ്പനും സഹോദരങ്ങളും, തനിക്ക് 6 സഹോദരങ്ങളുണ്ട്, ഇവരെല്ലാവരും ഈ മനുഷ്യനെ മറന്നു കളഞ്ഞു, ഈ ദാവീദിനെ മറന്നു കളഞ്ഞു. കാരണം ഇവൻ പരാജയപ്പെട്ടവനാണ്. ഇവന്റെ സഹോദരങ്ങളെല്ലാം വിജയിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ ആ സ്ഥാനത്ത് നിന്ന് ആ രാജ്യത്തിലെ രാജാവാക്കി തീർക്കുവാൻ എന്റെ ദൈവത്തിന് ദാവീദിനോട് കൃപ തോന്നിയെങ്കിൽ, അവഗണിക്കപ്പെട്ട ദാവീദിനോട് കൃപ തോന്നിയെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പരിഗണിക്കപ്പെടാതെ അവഗണിക്കപ്പെട്ട് ഒഴിവാക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് നിൽക്കുന്ന നിങ്ങളെയും മാനിച്ചുയർത്തുവാൻ പ്രഥമ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുക, കർത്താവ് അത്ഭുതം ചെയ്യും.